നമസ്കാരം. DMK സർക്കാരിലെ അഴിമതി വീരനാണ് സെന്തിൽ ബാലാജി എന്ന എക്സൈസ് മന്ത്രി. ജോലി വാഗ്ദാനം നൽകി പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് 2023 ജൂൺ മുതൽ 15 മാസം ജയിലിൽ കിടക്കുമ്പോൾ പോലും സെന്തിലിനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാതെ സംരക്ഷിച്ചു പിടിച്ചത് മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ്. ഇരുവരുടെയും ബന്ധം അത്ര ശക്തവുമാണ്. പൊതുമേഖലാ സ്ഥാപനമായ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന മദ്യവിതരണ കുത്തക സ്ഥാപനത്തിൽ നടന്ന 1000 കോടി രൂപയുടെ അഴിമതിയാണ് DMK സർക്കാരിനെ ഇപ്പോൾ പിടിച്ചുകുലുക്കുന്നത്. മദ്യനയ അഴിമതിയിൽ കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ വ്യക്തമാക്കിയതോടെ തമിഴ് രാഷ്ട്രീയത്തെ സംഘർഷഭരിതമാക്കുന്ന വിഷയമായി മദ്യനയ അഴിമതി മാറുകയാണ്. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് മദ്യം വിതരണം ചെയ്യുന്ന ഡിസ്റ്റിലറികൾ, കുപ്പി നിർമ്മാണ കമ്പനികൾ എന്നിവയുടെ ഒത്താശയോടെ അധിക ചെലവുകൾ കാണിച്ചും വ്യാജ പർച്ചേസിംഗ് ബില്ലുകൾ തയ്യാറാക്കിയും 1000 കോടി രൂപ തട്ടിയെടുത്തുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മാർച്ച് 6 മുതൽ 4 ദിവസം തുടർച്ചയായി ടാസ്മാക് ആസ്ഥാനത്തും വിവിധ ഡിപ്പോകളിലും ഡീലറുകളിലും ED റെയ്ഡ് നടത്തി. SNG, ശിവ ഡിസ്റ്റിലറി, അർക്കോഡ് എന്നിവയുടെ കോർപ്പറേറ്റ് ഓഫീസുകളിലും റെയ്ഡ് നടത്തി. മദ്യക്കുപ്പികൾ നിർമ്മിക്കുന്ന ദേവി ബോട്ടിൽസ്, ക്രിസ്റ്റൽ ബോട്ടിൽസ്, GLR ഹോൾഡിംഗ് എന്നീ കമ്പനികൾ ഡിസ്റ്റിലറികൾ കുപ്പികൾക്ക് അതുമായി ബന്ധപ്പെട്ട് കുപ്പികൾ നൽകിയത് അമിതമായ വില രേഖപ്പെടുത്തിയാണ്. ഇതുവഴി ഡിസ്റ്റിലറികൾക്ക് അധിക തുക അടയ്ക്കേണ്ട രേഖകൾ തയ്യാറാക്കി. ഈ തുകകൾ പിന്നീട് പണമായി പിൻവലിച്ച് കമ്മീഷനായി നൽകി. ഈ തുക DMK മന്ത്രിമാർക്ക് ലഭിച്ചതായി ആരോപണം ശക്തമായിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ടെൻഡറുകളിലും ബാർ ലൈസൻസ് ടെൻഡറുകളിലും വലിയ കൃത്രിമം നടന്നതായി കണ്ടെത്തുന്നുണ്ട്. GST നമ്പറും പാൻ കാർഡും പോലും ഇല്ലാത്തവർക്ക് മദ്യ ലൈസൻസ് നൽകി. മദ്യ കോർപ്പറേഷൻ മദ്യവിതരണത്തിനുള്ള ട്രാൻസ്പോർട്ടേഷൻ 100 കോടി രൂപയ്ക്ക് ഒരു കമ്പനിക്ക് നൽകി. ലേലത്തിൽ ആ കമ്പനി മാത്രമാണ് ഉണ്ടായിരുന്നത്. MRPയേക്കാൾ ഉയർന്ന തുക ടാസ്മാക് മദ്യവിൽപ്പന കൗണ്ടറുകളിൽ മദ്യത്തിന് ഈടാക്കുന്നതിനെതിരെ 2016 21 രജിസ്റ്റർ ചെയ്ത FIRകളുടെ അടിസ്ഥാനത്തിലാണ് ED തുടരന്വേഷണങ്ങളും റെയ്ഡുകളും നടത്തിയത്. ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെ താഴെയിറക്കിയതും ഹിമാചൽ, പഞ്ചാബ്, ഛത്തീസ്ഗഡ് സർക്കാരുകളെ പ്രതിസന്ധിയിലാക്കിയതും മദ്യനയ അഴിമതികളാണ്. മാർച്ച് 6 മുതൽ 4 ദിവസത്തേക്ക് ടാസ്മാക് ഹെഡ് ഓഫീസ്, ഡിപ്പോകൾ, ഡിസ്റ്റിലറികൾ, SNJ, കാൾസ്, അക്കോഡ്, അതോടൊപ്പം തന്നെ ശിവ ഡിസ്റ്റിലറി എന്നിവയുടെ കോർപ്പറേറ്റ് ഓഫീസുകളിലും ED റെയ്ഡുകൾ തുടരുകയാണ്. 1000 കോടി രൂപയുടെ കൈക്കൂലി വെളിപ്പെടുത്തുന്ന രേഖകൾ ED കണ്ടെത്തിയതായും നിയമവിരുദ്ധമായ പണം ആർക്കാണ് ലഭിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും BJP MK സ്റ്റാലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 1000 കോടിയുടെ അഴിമതി മറയ്ക്കാൻ MK സ്റ്റാലിൻ ഇപ്പോൾ ഭാഷാ തീവ്രവാദം ഉപയോഗിക്കുകയാണ്. വിഷയം മാറ്റാൻ ഭാഷാ വിവാദവും പാർലമെന്റ് മണ്ഡല പുനർനിർണയവും ഉന്നയിക്കുകയാണെന്നും BJP കുറ്റപ്പെടുത്തി. ഡിസ്റ്റിലറികൾക്ക് കുപ്പി വിതരണം ചെയ്യുന്ന ദേവി ബോട്ടിൽസ്, ക്രിസ്റ്റൽ ബോട്ടിൽസ്, GLR ഹോൾഡിംഗ് തുടങ്ങിയ ബോട്ടിൽ കമ്പനികൾ വിൽപ്പന കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചു. ഇല്ലാത്ത മദ്യക്കുപ്പികളുടെ കണക്കുകൾ കാട്ടി പണം വാങ്ങിച്ചു. ഇത് സർക്കാർ ഉടമസ്ഥയിലുള്ള ഡിസ്റ്റിലറികളിൽ നിന്നും അധിക തുക വാങ്ങാനുള്ള ഒരു കാരണമായി മാറി. ഇത്തരത്തിൽ 1000-ലധികം കോടി രൂപയുടെ അഴിമതിയാണ് തമിഴ്നാട്ടിൽ നടന്നതെന്ന് EDയുടെ പത്രക്കുറിപ്പിൽ തന്നെ പറയുന്നു. ഈ പേയ്മെന്റുകൾ പിന്നീട് പണമായി പിൻവലിക്കുകയും ബന്ധപ്പെട്ടവർ കമ്മീഷൻ വാങ്ങുകയും ചെയ്തു. ബോട്ടിലിംഗ് യൂണിറ്റുകളുടെ സാമ്പത്തിക രേഖകൾ കൃത്രിമം കാണിച്ചു. കണക്കിൽപ്പെടാത്ത പണം മനഃപൂർവ്വം പെരുപ്പിച്ചതും വ്യാജമായ ചെലവുകൾ വഴി ഉണ്ടാക്കിയ ടാസ്മാകിന്റെ ട്രാൻസ്പോർട്ട് ടെൻഡറുകളും ബാർ ലൈസൻസ് ടെൻഡറുകളും കൃത്രിമം കാണിച്ചതിനെ കുറിച്ചുള്ള തെളിവുകൾ ശേഖരിച്ചതായി ED തന്നെ പറയുന്നു. ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്യുന്ന ഡിസ്റ്റിലറികൾ ടാസ്മാക് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനും ടാസ്മാക് ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിനും നിയമിക്കുന്നതിനും മുതിർന്ന ഉദ്യോഗസ്ഥർ ഇടപെടുന്നതായും ED കണ്ടെത്തി. 2016 മുതൽ 21 വരെ നടന്ന കൃത്രിമങ്ങൾ ED പിടികൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകളുടെ കാലയളവ് ED വ്യക്തമാക്കിയിട്ടില്ല. ബന്ധപ്പെട്ട ജീവനക്കാരുടെയും അസോസിയേഷനുകളുടെയും പങ്ക്, ഡിസ്റ്റിലറികളുടെ കുപ്പി നിർമ്മാണ കമ്പനികൾ, ടാസ്മാകുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ കാര്യങ്ങളിൽ മറ്റ് പ്രധാന അസോസിയേറ്റുകൾ എന്നിവ അന്വേഷിക്കുന്നുണ്ടെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഡൽഹിയെ പിടിച്ചു കുലുക്കിയതിനു ശേഷം വീണ്ടും തമിഴ്നാട് ഒരു മദ്യ കുംഭകോണ അഴിമതി വീണ്ടും ഉയർന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാ സാംസ്കാരിക പരിപാടികൾ.
സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.